ഇടുക്കിക്ക് നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ആദ്യം സ്റ്റേ ചെയ്തത് വാഗമണിലാണ്. നമ്മളൊരു ഉച്ചയ്ക്ക് ഇവിടുന്ന് ആറ്റിങ്ങലിൽ നിന്ന് തിരിച്ചു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വാഗമൺ എത്തി. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാട്ടോ. എനിക്ക് റൂം അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രി ഉള്ളതാണ്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചെറിയ തണുപ്പ് മതി. പിന്നെ രാവിലെ നമ്മൾ എണീക്കുമ്പോഴുള്ളൊരു വ്യൂ കൂടി കാണിച്ചു തരാം. ഇതാണ് രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു ലേക്കൊക്കെ ഉണ്ട്, ചെറിയൊരു ലേക്കുണ്ട്. അവിടെ നിന്ന് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങൾ അപ്സ്റ്റെയറിലായിരുന്നു താമസിച്ചിരുന്നത്. കൊള്ളായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാം കൊണ്ടും. അപ്പോഴും തണുപ്പുണ്ട് കേട്ടോ, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. സീസൺ അല്ലായിരുന്നു നമ്മൾ പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഒരു ഓഫ് റോഡാണ്. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. നല്ലൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചിയുടെ 2 കുഞ്ഞു മക്കളുണ്ടായിരുന്നു. അതിലൊരാൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കൂടെ ഇരുന്നിട്ട് അങ്ങ് കരയുമായിരുന്നു. ആദ്യമായിട്ട് ആളിങ്ങനെ ഇങ്ങനെ ജീപ്പിലൊക്കെ കയറി ഇതുപോലുള്ള റോഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് പേടിച്ചു. പിന്നെ മുകളിലൊക്കെ എത്തി അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് അവളൊന്ന് റിലാക്സ് ആയത്. ഈ പോകുന്ന വഴിക്കെല്ലാം അവൾ കരയുന്നുണ്ട്. കരയുന്നു വെച്ചാൽ കണ്ണീരൊന്നും വരുന്നില്ല, പക്ഷെ പുള്ളിക്കാരത്തേക്ക് അങ്ങ് പേടിയാ. അതെ, മുകളിലെത്തിയപ്പോഴുള്ള ഒരു വ്യൂ, അതും നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒന്ന് കാണാനൊക്കെ നല്ല ഭംഗി. നമ്മൾക്ക് വന്ന വഴി അത്, ആ കാണുന്നത് നമ്മൾ വന്ന വഴി. പിന്നെ അവിടെ ജീപ്പൊക്കെ നിർത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഇതങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി, ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഈ ഇയോബിൻ്റെ പുസ്തകം, ആ സിനിമയിൽ എടുത്തിരിക്കുന്ന ഈ ഒരു പ്ലേസൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. പിന്നെ അതെ, നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങുന്നതാ. കയറിയ പോലെ അത്ര പാട് തോന്നിയില്ല. ഇറങ്ങുമ്പോൾ, കയറുമ്പോഴായിരുന്നു ഉള്ളിൽ ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ നല്ല